കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട് ഉൾപ്പെടെ 12 ഇടങ്ങളിലേക്ക് ഇഡിയുടെ റെയ്ഡ് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഒന്ന് കയറി പറഞ്ഞോട്ടെ. പ്രതിപക്ഷ നേതാവിന് ആയ പിണറായിയുടെ വീട്ടിലേക്കല്ല ഇഡി കയറി ചെന്നത്. വീണ തൈക്കണ്ടി എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് സെർവ് ചെയ്തിരിക്കുന്ന വ്യക്തി താമസിക്കുന്ന വീട്ടിലേക്കും അവർക്ക് ബന്ധമുള്ള സ്ഥലങ്ങളിലേക്കുമാണ് കയറി ചെന്നത്. അവരുടെ ഭർത്താവായ ശ്രീ റിയാസ് ഉൾപ്പെടെയുള്ള താമസിക്കുന്നവർ വീട്ടിലേക്കാണ് അവർ കയറി ചെന്നത്. ഈ കേരളത്തിനെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് പിണറായിയുടെ വീട്ടിലേക്കാണ് കയറി ചെന്നതെന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ റിയാസിൻ്റെ വീട്ടിലേക്കും കയറി ചെന്നല്ലോ. ഭർതൃഗൃഹമാണ് വീണ തൈക്കണ്ടിയുടെ ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് കണ്ണൂരാണ്. അവിടെയുള്ള വീട്ടിലേക്കും ചെന്നു. അവിടെ മാത്രമല്ലോ 12 സ്ഥലങ്ങളിലേക്കും കയറി ചെന്നു. ഹൈപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്, കേരളത്തിലെ ജനതയെ പറ്റിച്ചിരിക്കുകയാണ്. പിണറായി തന്നെ വന്ന് ചിരിച്ച മുഖത്തോടെ, അദ്ദേഹം ചിരിച്ച മുഖം കണ്ടിട്ട് എത്ര വർഷങ്ങളായി അല്ലേ, അതിന് പറഞ്ഞിരിക്കുകയാണ് അവരവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു, അവരെന്നെ ചോദിക്കുകയോ നേരെ നോക്കുകയോ ചെയ്യുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സജി ചെറിയാൻ പറഞ്ഞു 9 മണിക്കൂർ അദ്ദേഹത്തിന് ജലപാനം കൊടുത്തില്ല, മൂത്രമൊഴിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നാണ് ജനങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ക്യാമറയ്ക്ക്, അതായത് ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണ് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, എന്നെ കണ്ടതായി പോലും അവർ ഭാവിച്ചിട്ടില്ല എന്ന്. അതിന് ചോദിച്ചതിൻ്റെ കാര്യം മനസ്സിലായി. ഇന്നാണ് കേരളം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിധി വരാൻ പോകുന്നത്. ഹൈക്കോടതി ഒരു സ്റ്റേ കൊടുത്തു, അതായത് മിനറൽസ് കമ്പനിക്ക്, കൊച്ചിയിലുള്ള കമ്പനിക്ക് സ്റ്റേ കൊടുത്തു. അവരെ ഇഡി ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അവരുടെ അവിടെ റെയ്ഡ് നടത്താൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കക്ഷിക്കും അത് ബാധകമല്ല. വക്കീൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നുണ്ട് ഇതെല്ലാവർക്കും ബാധകമാണോ? ഇല്ല, ഇവരാണ് ഹർജി വച്ചിരിക്കുന്നത്, ആ ഹർജി പരിഗണിച്ച് അവർക്ക് മാത്രം പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇഡി ഒരു കാര്യം ചെയ്തു, ആ പ്രൊട്ടക്ഷൻ്റെ അവർ പറഞ്ഞ വിധിയുടെ ഇതിൽ വേറെ ആർക്കും ഒരാഴ്ചത്തേക്ക് 5 ദിവസം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഇഡിയുടെ ഡയറക്ടർ എത്തിയിട്ടുണ്ട്, നമ്മുടെ കൊച്ചു കേരളത്തിലെത്തിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ ഇഡിയുടെ ഓഫീസേഴ്സിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റുഡിയോയിലേക്ക് വരുന്ന വഴിക്ക് മെയിൻ റോഡിൽ മനോരമ ജംഗ്ഷൻ അടുത്താണ് നമ്മുടെ ഇഡിയുടെ ഓഫീസ്. മുഴുവനും മീഡിയയാണ്. കുറേ ദിവസങ്ങളായി ഈ കേരളത്തിനെ കത്തിക്കാൻ അവർ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇഡി ഓഫീസിന് മുമ്പിൽ പോലീസ് പ്രൊട്ടക്ഷനുണ്ട്, മുഴുവൻ ബാരിക്കേഡാണ്. ഇന്ന് മുഴുവൻ മീഡിയയും അവിടെ കാത്തിരിക്കുന്നുണ്ട്. വീണയെ കൊണ്ടുവരുന്നുണ്ടോ, കോടതി വിധി എന്താകും, അതിൻ്റെ ഫലമായിട്ട് എവിടെയൊക്കെ റെയ്ഡ് നടക്കും, ആരൊക്കെ അറസ്റ്റ് ചെയ്യും. ഈ കുട്ടി സഖാക്കന്മാർ കുറേ പേര് ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അറിയുന്നത് എന്താ, മുതിർന്ന സഖാക്കന്മാരാണ് ഇവരെ ചുടുചോറ് മാന്താനായിട്ട് വിട്ടത് അല്ലേ. അവർക്കെതിരെ കേസ് വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് പോലീസിനെ ആക്രമിച്ചു എന്നുള്ളൊരു ചെറിയ വകുപ്പ് ചുമത്തുക. അപ്പോൾ അങ്ങനെ ചുമത്തി കഴിയുകയാണെങ്കിൽ ഇതില്ല, അതായത് നിഷ്ക്രിയമായി നിൽക്കുന്ന പോലീസ്, വീഡിയോ എവിഡൻസ് ഇല്ല അവരെ ആക്രമിക്കുന്നതായിട്ട്, അപ്പോൾ അത് എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോകുമല്ലോ. പക്ഷേ ഇവരാണ് ഇൻസ്റ്റിഗേറ്റ് ചെയ്തത്. ഇവരുടെ കോൾ രജിസ്റ്റർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള ധാരാളം നൂലാമാലകളിൽ പെട്ടുകിടക്കുമ്പോൾ നമ്മളുടെ മനസ്സ് മാറ്റുവാൻ വേണ്ടി എറണാകുളത്ത് സായുധമായൊരു വിപ്ലവത്തിന് വേണ്ടി, അങ്ങനെയാണല്ലോ പറയുന്നത്, CPM എങ്ങനെയാണ് സായുധ വിപ്ലവത്തിലൂടെ അധികാരത്തിലേറിയതാണ് ലോകമെമ്പാടും CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. സായുധമായൊരു വിപ്ലവത്തിലേക്ക് അണികളെ തള്ളി വിടുവാനായിട്ട് പരിശ്രമിക്കുവാണോ നേതൃത്വം എന്നുകൂടെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമാണ്, എന്തിനാണ് അതിലെപ്പോഴും മുൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലേ? മാച്ച് കളയൂ, ഇറേസ് ചെയ്ത് കളയൂ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമാണ്, ഇഡി ആണെങ്കിലും മോദി ആണെങ്കിലും ശരി, ഞാൻ ഭയപ്പെടാൻ പോകുന്നില്ല. ഇത് നമ്മുടെ അദ്ദേഹം ഭയപ്പെടണ്ടല്ലോ, അദ്ദേഹത്തിനെതിരെയല്ലോ കേസ്. വീണയ്ക്കെതിരെയുള്ള കേസ് ആണെങ്കിലും ഇടതുപക്ഷം ഇത് കാണുന്നത് പിണറായി വിജയനെതിരെയുള്ള ഒരു രാഷ്ട്രീയ പോരായിട്ട്. കൊള്ളാം. പിണറായി വിജയൻ ഇതിൽ ഇംപ്ലിക്കേറ്റഡ് അല്ലല്ലോ. അദ്ദേഹം തന്നെ പറയുന്നു എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞാൻ ഇരുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നതായി പോലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മകളൊരു കുറ്റം ചെയ്താൽ, നമ്മുടെ കോടിയേരി സഖാവിൻ്റെ 2 അമർക്കെതിരെ കേസുണ്ടായിരുന്നു, അദ്ദേഹം എന്താ പറഞ്ഞത്? പാർട്ടി അന്വേഷിക്കട്ടെ എന്നല്ല പറഞ്ഞത്, പാർട്ടി തീവ്രത അന്വേഷിക്കട്ടെ എന്നല്ല പറഞ്ഞത്. ശ്രീമതി ടീച്ചർ പോയി അന്വേഷിച്ചല്ലോ, ബാലൻ സഖാവും കൂടെ കണ്ണൂർ ഭാഗത്തൊരു ഇതുണ്ടായപ്പോൾ തീവ്രത കുറഞ്ഞ പീഡനമായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതല്ല അദ്ദേഹം പറഞ്ഞത്. പാർട്ടി തീവ്രത മെഷീനുമായിട്ട് പോകട്ടെ എന്നല്ല പറഞ്ഞത്. എൻ്റെ മക്കൾ കുറ്റം ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു നിയമസംഹിതയുണ്ട്, അതനുസരിച്ച് അവർ ശിക്ഷ കിട്ടണമെങ്കിൽ ശിക്ഷ കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ആർജവം ഇദ്ദേഹത്തിന് കാണിക്കാൻ പറ്റാത്ത എന്താ?
അല്ലെങ്കിൽ അവരുടെ ഭർത്താവും MLA-യുമായ റിയാസിന് കാണിക്കാൻ പറ്റാത്തത് എന്താ? വീണയ്ക്ക് പറഞ്ഞൊരു അച്ഛൻ ഞാനിത് നോക്കിക്കോളാം, എൻ്റെ പേരിലുള്ള കേസാണ്, അച്ഛൻ ഈ വയസ്സുകാലത്തിൽ ഇടപെടണ്ടെന്ന് അവർ നല്ല മകളാണെങ്കിൽ പറയില്ലേ? ഈ 82 വയസ്സായ വന്ധ്യവയോധികൻ നടക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല, അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ കാരണം. എന്ത് സുഖം നമുക്കറിയില്ല. മിനിറ്റിന് മിനിറ്റല്ല കേട്ടോ, 4-5 മാസത്തിലൊരിക്കൽ അമേരിക്ക മയോ ക്ലിനിക്കിൽ പോകുന്നുണ്ടാകുന്ന നമ്മൾ അറിയുന്നത്. എന്തെങ്കിലും നല്ല തക്കതായ അസുഖമുണ്ടാവും, അല്ലെങ്കിൽ മയോ ക്ലിനിക്കിൽ ആരും പോവുകയില്ല. നമ്പർ 1 കേരളമല്ലേ ആരോഗ്യരംഗത്ത്. ഇവിടെയുള്ള സഖാക്കന്മാർക്കൊക്കെ പൂമത്ത് വിരിച്ചു കിടത്തിയിരിക്കുന്ന ഗവൺമെൻറ് കോളേജുകളും ഗവൺമെൻറ് ആശുപത്രികളും ഉള്ളപ്പോൾ മയോ ക്ലിനിക്കിൽ നമ്മളുടെ കാശ് വെച്ച് പോയി ചികിത്സ തേടണമെങ്കിൽ തക്കതായ അസുഖം തന്നെയായിരിക്കുമല്ലോ. അങ്ങനെയുള്ള അച്ഛൻ വിശ്രമ ജീവിതത്തിലാണ്. അച്ഛൻ സമാധാനമായിരിക്കൂ, ഞാൻ വീട് മാറി താമസിച്ചോളാമെന്ന് എന്തുകൊണ്ട് ഈ പുത്രി പറയുന്നില്ല? പിതൃസ്നേഹമില്ലേ? പിതൃസ്നേഹമുണ്ടെങ്കിൽ ആരും പറയും അച്ഛൻ ഐ ടേക്ക് കെയർ ഓഫ് മൈ പ്രോബ്ലംസ്. എനിക്കൊരു ഹസ്ബൻഡിനെ അച്ഛൻ തന്നെ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്, അദ്ദേഹം ഒരു MLA ആണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാറി താമസിക്കാമെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി 5 കിടപ്പുമുറികളുള്ള വീട് തിരുവനന്തപുരത്ത് വാടകയ്ക്ക് എടുക്കാമെങ്കിൽ അതിൻ്റെ കാശ് ആര് കൊടുക്കുന്നു? മരുമോനിക്കും ഇദ്ദേഹത്തിനും കൂടെ 1,40,000 രൂപ 50,000 രൂപയുടെ അടുത്തുള്ള വരുമാനമേ ഒഫീഷ്യൽ ആയിട്ടുള്ളൂ. പിന്നെ വീണയ്ക്ക് കിട്ടുന്ന ഈ എന്താണ് റീറ്റെയിനർ ഫീസും അല്ലേ, മാസപ്പടി. അങ്ങനെ ഞാൻ കുറച്ച് മോഡേൺ ടേമിൽ പറഞ്ഞതാണ്. മാസപ്പടി നമ്മൾ പറയണ്ട, നമ്മൾ ജേർണലിസ്റ്റുകളല്ലേ. റീറ്റെയിലർ എന്നല്ലേ അതിൽ പറഞ്ഞിരിക്കുന്നത്, റീറ്റെയിനർ ഫീസും കിട്ടുന്നുള്ളൂ. അപ്പോൾ ആതിര, ഇന്ന് കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് ഇന്ന് CPM-ൻ്റെ നേതാക്കന്മാർ ഈ പാവപ്പെട്ട DYFI SFI കുട്ടികളെ തള്ളിയിടാൻ പോകുന്നതെന്ന്? എത്ര പേരുടെ ജീവിതമാണ് ഇന്ന് കൂരിരുട്ടിലാകാൻ പോകുന്നതെന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അറിയാം. ED ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ ഡയറക്ടർമാരോട് ഇവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും തക്കതായ തീരുമാനത്തിലായിരിക്കും വന്നിരിക്കുന്നത്. ഇന്ന് ഹൈക്കോടതിയുടെ വിധി വരാൻ പോകുന്നു. EDയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറക്കാരില്ല. ഇവരെന്തൊക്കെയാണ് പറയുന്നത്? അതിൽ ചിരിക്കാണ്ട് എങ്ങനെ ഇരിക്കും? EDയുടെ ഓഫീസർമാർ ജോലി കഴിഞ്ഞ് പോവുമായിരുന്നു, അപ്പോൾ ജോലി സ്ഥലത്ത് വെച്ചല്ല അവരെ ആക്രമിച്ചത്, അതുകൊണ്ട് കേസിന് നിലനിൽപ്പില്ല. തിരിച്ചവർ ഓഫീസിലെത്തണ്ടേ? ഓഫീസിലെത്തിയാലും ഓഫീസ് ടൈമിൽ അവർ ED ഉദ്യോഗസ്ഥർ തന്നെയല്ലേ. ആ കാറിൻ്റെ ഡ്രൈവർ ഒരു പ്രൈവറ്റ് കാറാണ്, അപ്പോൾ അത് ഗവൺമെൻറ് വാഹനമല്ലാത്തത്. ഗവൺമെൻറ് മുതലിന് അവർ യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല. എത്രയോ പ്രൈവറ്റ് കാറുകൾ എറണാകുളത്തിൻ്റെ നിരത്തിൽ കൂടെ ചുമന്ന ബോർഡും വെച്ച് പോകുന്നു, ഇൻകം ടാക്സിൻ്റെയും മറ്റേൻ്റെയും. അവരത് ലീസ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഡ്രൈവർ പൊട്ടി കരയുന്നുണ്ട് പേടിച്ചിട്ട്. മുമ്പിലിരിക്കുന്ന അദ്ദേഹമല്ലേ, നമ്മൾ കേൾക്കുന്നുണ്ട്, അദ്ദേഹം കിടന്ന് ഉറക്കെ അലറിക്കരയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഇല്ലേ? എന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല എന്ന് പറയാൻ ഇവർക്ക് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് നടപടി ഉണ്ടാവട്ടെ. കേരള ജനതയ്ക്ക് വേണ്ടത് നടപടി തന്നെയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ തൈക്കണ്ടി, വീണ വിജയൻ എന്ന് ഞാൻ പറയില്ല, അവരുടെ ഒഫീഷ്യൽ നെയിം വീണ T എന്നാണ്. വീണ T ധാരാളം മുഖ്യമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും പാർട്ടി സെക്രട്ടറിയായി മകളായിട്ടുമൊക്കെ ധാരാളം അനധികൃതമായി സാധാരണ പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ സാധാരണ വിദ്യാർത്ഥികൾക്കോ കിട്ടാതെ ധാരാളം ഔദാര്യങ്ങളിൽ പഠിച്ച് എത്തിയിട്ടുള്ള ആളാണ്. ഒറക്കിളിൽ ജോലി ചെയ്തിരിക്കുന്നു. 2 വർഷം ജോലി ചെയ്തപ്പോഴേക്കും രവി പിള്ളയുടെ കമ്പനിയുടെ CEO ആവുന്നു. എന്ത് സ്മാർട്ടാണ് നിങ്ങൾക്ക് എന്തൊരു സ്ഥലത്ത് CEO ആയിട്ട് കിട്ടാത്തത്? അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴേക്കും സ്വന്തം കമ്പനി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജനം അറിയട്ടെ, ഹിസ്റ്ററിയൊക്കെ എല്ലാവരും അറിയട്ടെ, എവിടെ പഠിച്ചു. നമ്മുടെ പുഷ്പൻ സഖാവിനെ ഓർക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു സ്വാശ്രയ കോളേജിൽ പഠിച്ച് CEO ആയി സ്വന്തം കമ്പനി ഉണ്ടായ വീണ തൈക്കണ്ടിക്ക് ലാൽ സലാം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.